വെൽക്കം ടു ബ്ലോഗ്സ്. നമ്മൾ എന്താ വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റിലെ ഒരു സ്ലോ വാക്ക് സീരീസുമായിട്ടാണ്. പിന്നെ നമ്മളിത് അധികം വലിയ കാര്യങ്ങളൊന്നും ചെയ്യില്ല. ഞങ്ങളുടെ ഒപ്പം നിങ്ങൾക്ക് കളിച്ചു പോരാം. നമ്മുടെ ഈ വേൾഡിൻ്റെ സീഡ് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇത് നമ്മുടെ ഒപ്പം കളിച്ചു വരാവുന്നതാണ്. പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളെ വളർത്തുക. ഓക്കെ, നമുക്ക് എന്നാൽ പിന്നെ നമ്മുടെ കളിയിലേക്ക് പോവാം. ഓക്കെ, ശരി. എന്നാൽ പിന്നെ നമുക്ക് ആദ്യം തന്നെ ഈ വുഡ് ബ്ലോക്ക് പൊട്ടിച്ചിട്ട് കളി തുടങ്ങാം. ഓക്കെ, നമ്മുടെ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ബെഡ് ഉണ്ടാക്കണം, പിന്നെ ഒരു ഫുഡ് സെറ്റപ്പ് ഉണ്ടാക്കണം, പിന്നെ സ്റ്റോൺ ടൂൾസ് ആർമറാണ്. അല്ലാതെ വേറെ വലിയ എയിമൊന്നുമില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വുഡ് കളക്ട് ചെയ്ത് ഒരു സാധാരണ ടൂൾസൊക്കെ ആവണം. ക്രാഫ്റ്റിംഗ് ടേബിള്, സ്റ്റിക്ക്, ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് നമ്മൾ സോഡ് ഉണ്ടാക്കും. സോഡ് ഉണ്ടാക്കില്ല, നമ്മൾ ആദ്യം തന്നെ പിക്കാച്ച് ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് അടിയിലേക്ക് ഒഴിക്കും. അടിയിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ സ്റ്റോൺ കണ്ടെത്തി സ്റ്റോണിൻ്റെ ടൂൾസാവും. പിന്നെ നമ്മൾ ആദ്യത്തെ വീഡിയോ തന്നെ ആർമറൊന്നും ഉണ്ടാക്കില്ല, അത് വാങ്ങിയാണ് മതി. നമ്മൾ പതുക്കെ ഓപ്പൺ ആർമറും ആവില്ല. നമ്മൾ പതുക്കെ കളിച്ചു പോവുക, വളരെ പതുക്കെ. സാധാരണ മൈൻക്രാഫ്റ്റ് അറിയാത്ത പ്ലേയേഴ്സിന് വരെ നമ്മുടെ ഒപ്പം കളിച്ചു വരാവുന്നതാണ്. മൈൻക്രാഫ്റ്റ് ഇതുവരെയായിട്ടും കേൾക്കാത്ത പ്ലേയേഴ്സിനും മൈൻക്രാഫ്റ്റ് എന്തെന്ന് അറിയാത്ത പ്ലേയേഴ്സിനും ഞങ്ങളുടെ ഒപ്പം കളിച്ചു വരാം. പിന്നെ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ വളർത്തുക. പിന്നെ 200 സബ്സ്ക്രൈബേഴ്സ് ആവാൻ ഇത്തിരിയും കൂടി ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ മാത്രമല്ല ഈ വീഡിയോ ചെയ്യുക, വേറൊരാളും കൂടി ഉണ്ടാവും. അപ്പോൾ ശബ്ദത്തിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും, പക്ഷെ ഭയങ്കര പതുക്കെ ആയിരിക്കും ഞങ്ങൾ കളിച്ചു പോകും. ഓക്കെ, നമുക്ക് 22 സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. അതിന് ധാരാളം. ഒരു സോഡ്, പിന്നെ സ്റ്റിക്ക് ഇട്ടിട്ട് ഒരു ആക്സ്, ഒരു പിക്കാസ്, ഒരു ബോൾസ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയകളൊക്കെ ഉണ്ടെങ്കിലോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലോ നിങ്ങളുടെ കമൻറ്റിൽ പറയാം. പിന്നെ ഞങ്ങളുടെ വീഡിയോ എങ്ങനെ മെച്ചപ്പെടുത്താമെന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പറയാം. പിന്നെ ഞങ്ങളിത് അടക്കി വെക്കും. സോഡ്, ആക്സ്, പിക്കാസ്, പിന്നെ ഷവലില്ലാത്തതുകൊണ്ട് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ. ഇനി നമ്മൾ ആദ്യം തന്നെ പോയി ബെഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. ആദ്യം നമുക്ക് ഈ കവലിൽ കൊണ്ട് ഇതിൽ ഫുഡ് ഇവിടെ ചിക്കൻ ഉണ്ട്, ചിക്കനെയും കൊല്ലം. അപ്പം നമ്മൾ വേട്ട ആരംഭിച്ച് കഴിഞ്ഞു. ഇത് ഫോറസ്റ്റ് ആയിട്ടാണ് തോന്നണത്. എനിക്ക് കേൾക്കാൻ ഇവിടെ കുഞ്ഞാടുണ്ട്. അപ്പൊ വലുതാട് ഇവിടെ വെല്ലാടിനെ ഒരു പട്ടി തന്നെ നമുക്ക് കൊന്നു വന്നിട്ടുണ്ട്. പക്ഷെ എന്തേലും മറ്റേ ബോണില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ പിന്നെ കാര്യമായിട്ട് കിട്ടുന്നില്ല. ശരി, ഞാൻ ബെഡ് കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ അറിയിക്കാം. അപ്പൊ ഗൈസ്, ഞാൻ ബെഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല, പക്ഷെ ഞാൻ ഈ മലയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ എനിക്കിത് ഇവിടുന്ന് അറ്റത്ത് നിന്ന് ഒരു പ്ലെയിൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ പ്ലെയിൻസിലേക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ബെഡൊക്കെ കിട്ടും. ഞാൻ ആദ്യം തന്നെ പ്ലെയിൻസിലേക്ക് പോകാൻ വലിയ മാർഗം ഉണ്ടോന്ന് നോക്കട്ടെ. ഇവർക്കൂടെ ചുറ്റിപ്പോയി കഴിഞ്ഞാൽ എത്തുമായിരിക്കും. ഇപ്പുറത്ത് വലിയൊരു കാടാണ്, നമുക്ക് അവിടേക്ക് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് മറ്റേ ഗൂഗിള് കിട്ടണമെങ്കിൽ നമ്മൾ സോഡ് ഉണ്ടാക്കിയിട്ട് ഷീപ്പിനെ കൊല്ലുമ്പോൾ ഷീപ്പിന്റെ കൂട് നമുക്ക് തരും. അത് വെച്ച് നമ്മൾ 3 എണ്ണം വേണം. അത് വെച്ച് നമ്മൾ ഒരു ബെഡ് ഉണ്ടാക്കും. ഭയങ്കര വലിയ പ്ലെയിൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഭയങ്കര വലിയ പ്ലെയിൻസ് ആണ്. അതിൻ്റെ അടുത്തൊന്ന് ജംഗിളും ഉണ്ട്, പിന്നെ വലിയൊരു കടലും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ ചെയ്യുന്ന വെച്ചാൽ അത് വെള്ളത്തിലേക്ക് വീണ് നമുക്ക് ഡാമേജ് അടിക്കില്ല. കാരണം അങ്ങനെയാണ് മൈൻക്രാഫ്റ്റിലൊക്കെ വെള്ളത്തിലേക്ക് വീണ് ഡാമേജ് അടിക്കില്ല. അതൊരു കാര്യമാണ്. പക്ഷെ വെള്ളത്തിലേക്ക് വീഴാൻ
എനിക്ക് കുറച്ച് പേടിയാണ്, കാരണം ഞാൻ ചാടിക്കാൻ അവിടെ എത്തില്ല. ഇനി ഞാൻ അവിടേക്ക് ചാടാൻ പറ്റുമോ നോക്കട്ടെ. ഗൈസ് ഞാൻ പറഞ്ഞില്ലേ, അത് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കണമെന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാനാവാത്തത്. നൈറ്റ് ആവാറായി. ഒരു പൂൾ കിട്ടി, നമ്മളതിനെ കൊല്ലും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പൂളായി. ഇനി ഒരു പൂളും കൂടി കിട്ടണം, അല്ലെങ്കിൽ അതാ ഒരു പൂളും കൂടി ഉണ്ട്. അപ്പോൾ നമ്മുടെ ബെഡിങ്ങനെ സെറ്റപ്പായി. രണ്ടെണ്ണം. ഇനി എല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ക്രാഫ്റ്റിംഗ് ടേബിളിലായിരിക്കും. ആ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇങ്ങനെ വെച്ചിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉണ്ടാക്കാനുള്ള വസ്തുക്കൾ ഇവിടെ കാട്ടും. അല്ല വൈറ്റ് ബെഡ് എന്നിട്ട് ഒരു ബെഡ് ഉണ്ടാവും, അതെടുത്തിട്ട് ഇവിടെ ബെഡ് ഇങ്ങനെ വെച്ച് അതിലിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ റീസ്പോണിങ് പോയിന്റ് സെറ്റ് ആവും. പിന്നെ നമ്മൾ ഉറങ്ങി രാവിലെ ആവുകയും ചെയ്യും. പിന്നെ ഈ റീസ്പോണിങ് പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചത്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പിടിച്ച് പിന്നെ കുറച്ച് സോംബികളൊക്കെ ഉണ്ട് രാത്രി. ഒരു ഒത്തിരി സോംബികൾ വരുമ്പോൾ അവർ നമ്മളടിക്കും. പിന്നെ അപ്പം നമുക്ക് എന്ത് സംഭവിക്കും, ഡാമേജ് ആവും. അപ്പം നമ്മൾ ചത്തു പോകുമ്പോൾ നമുക്ക് റീസ്പോണിങ് ആയിട്ടുണ്ടെങ്കിൽ വരും. എന്നിട്ട് നമ്മൾ ഇത് പൊട്ടിയതാണ് ക്രീപ്പർ പൊട്ടി നമ്മുടെ ഹെൽത്ത് കുറഞ്ഞത്. നമുക്ക് ഇവിടെ ഹെൽത്ത് ബാർ ഉണ്ട്, അത് കുറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഹെൽത്ത് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫുഡ് എടുത്തിട്ട് ഇങ്ങനെ കഴിക്കണം. ഈ ഹങ്കർ ഫുള്ളായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പതിയെ ഹീലായി തുടങ്ങും. പിന്നെ നമുക്ക് നൈറ്റിൽ കുറേ 1, 2 അല്ലാതെ കുറേ സോംബീസും ക്രീപ്പേഴ്സും ഒക്കെ ഉണ്ടാവും. അപ്പം അവിടെ നമ്മളെ കൊല്ലാൻ നോക്കും, നമ്മൾ ചാവും. അപ്പം നമ്മൾ ഒരു വീടുണ്ടാക്കി ചിന്തിക്കാം, അവിടെ ഒരു ബെഡ് വെച്ച് സെറ്റ് ചെയ്ത് ചിന്തിക്കാം. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചത്ത് കഴിഞ്ഞാൽ റീസ്പോണായി വരാൻ പറ്റും. പിന്നെ ഈ കുതിരേനൊക്കെ നമുക്ക് എടുത്ത് ഓടിക്കാനൊക്കെ പറ്റും. പക്ഷേ അത് നമ്മൾ കുതിരേനെ ടൈമാണെങ്കിൽ അതിൻ്റെ കയറി അത് ടൈമായിക്കോളും. നമുക്ക് ഇവിടെ ഒരു വീട് വെക്കാനുള്ള ഒരു സ്ഥലം ഒന്ന് നോക്കാം. അപ്പം അതിൻ്റെ അടുത്ത് നമുക്ക് ഇത് വലിയൊരു ഐലൻഡാണ്. നമുക്ക് ഈ ഐലൻഡിൽ വീട് വെച്ചാലോ? കടലായിട്ട് ചുറ്റപ്പെട്ട കടലല്ല, നദിയായിട്ട് ചുറ്റപ്പെട്ട സ്ഥലമാണ്. പിന്നെ നമ്മൾ ആദ്യത്തെ അച്ചീവ്മെന്റ് നമ്മൾ തീർത്തിട്ടുണ്ട്, അതാണ് ബെഡ് മേക്കിംഗ്. രണ്ടാമത്തേതാണ് പിന്നെ രണ്ടാമത്തേത് തീർത്തിട്ടുണ്ട്, സ്റ്റോൺ ടൂൾസ് ആയി. ഇനി നമുക്ക് ഫുഡിനുള്ള സെറ്റപ്പ് ചെയ്യണം. അതിന് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സ്റ്റിക്ക് എടുത്ത് നമ്മൾ ഹോ ഉണ്ടാക്കണം. ഹോ ഉണ്ടാക്കി നമ്മളിത് ഇങ്ങനെ ചെടിയില്ലേ, ഇവിടുത്തെ ചെടികൾ അതിലിങ്ങനെ ചെടിയൊക്കെ നമ്മൾ തോണ്ടിക്കളയണം. അപ്പോൾ അവിടെ നമുക്ക് ആ ചെടിയിൽ നിന്ന് ചില ചെടിയിൽ സീഡ് കിട്ടും. നോക്കട്ടെ, ഞാൻ ഇവിടെ സീഡ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് കാട്ടിത്തരാം. ഇതാണ് സീഡ്. ഈ സീഡ് നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് വളർന്ന് വീറ്റായി കിട്ടും. വീറ്റ് നമുക്ക് 3 ഉണ്ടെങ്കിൽ ഒരു ബ്രെഡ് ഉണ്ടാക്കാം. ആ ബ്രെഡ് കഴിച്ച് നമ്മുടെ ഹങ്കർ നമ്മൾക്ക് കൂട്ടാൻ പറ്റും. പിന്നെ മൃഗങ്ങളൊക്കെ ഒന്നും നമുക്ക് കിട്ടും, പക്ഷെ നമ്മൾ മൃഗങ്ങളൊക്കെ ഉള്ളതിൻ്റെ അധികം സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് ഈ ചെടികൾ പെട്ടെന്ന് വളർത്താനായിട്ട് ബോൺവീൽ എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട്. ബോൺ വെച്ചിട്ടാണ് ബോൺവീൽ കിട്ടുക. ബോൺ വെറുതെ ഇങ്ങനെ ഇവിടെ ഈ ബാറിൽ ഇങ്ങനെ വെറുതെ വെച്ചാൽ മതി. നമ്മളിപ്പോൾ ഈ ഹോൾ എടുത്ത് ഇവിടെ വെക്കണ പോലെ വെറുതെ ബോൺ എടുത്ത് അവിടെ വെച്ചാൽ മതി. അപ്പം നമുക്ക് അതിൻ്റെ അടിയിൽ ബോൺവീൽ കിട്ടും. അപ്പോൾ ബോൺ കിട്ടണമെങ്കിൽ നമുക്ക് സ്കെലിട്ടൺ എന്ന് പറഞ്ഞിട്ടൊരു മോബ് ഉണ്ട്. ആ മോബിനെ കൊന്നാലാണ് നമുക്ക് ബോൺ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഫിഷിനെ കൊല്ലണം. ഫിഷ് നമ്മുടെ ഇതുപോലത്തെ കടലിലൊക്കെ കിട്ടും. ഞാൻ കാട്ടിത്തരാം, ഇതുപോലത്തെ കടലിൽ. പിന്നെ പല ടൈപ്പ് ഫിഷുകളുണ്ട് മൈൻക്രാഫ്റ്റിൽ. ഒരു ടൈപ്പ് മാത്രമല്ല, കോറൽ ലീഫിലാണ് കൂടുതലും ടൈപ്പ് ഓഫ് ഫിഷസിനെ കാണുന്നത്. നമുക്ക് കുറച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്, ഇത്തിരി കൂടി വേണം. അപ്പോൾ ഞാൻ അത് കണ്ടെത്തിയിട്ട് നിങ്ങളെ അറിയിക്കാം. നമ്മൾ കുറേ 33 സീഡ് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെച്ച് നമ്മൾ ഇവിടെ ആയിരിക്കും നമ്മുടെ വീട് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ വലിയ പൂക്കളുള്ള ഈ മരമുള്ള ഈ സ്ഥലത്ത് ഈ ഐലൻഡിൽ നമ്മൾ ഈ സ്ഥലമാണ് നമുക്ക് ഈ സീഡ് കളക്ട് പോയപ്പോൾ നമുക്ക് കണ്ടപ്പോൾ നല്ലതായിട്ട് തോന്നി. അപ്പോൾ നമ്മൾ ഇവിടെ വീട് വെക്കും. ഞാൻ സാധാരണ കുറച്ച് സീഡ് എടുക്കാറുള്ളൂ. പിന്നെ നിങ്ങൾ സ്റ്റാർട്ടർ പ്ലേസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫുഡിന് ക്ഷാമം വരുന്നതെന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ 33 എടുത്തത്.
അപ്പോൾ ഇതാരും അങ്ങനെ ചോദിക്കരുത് 33 എന്തിനാ എടുത്തേന്ന്. പിന്നെ നല്ല ഫുഡും കിട്ടും. പിന്നെ കണ്ടോ എൻ്റെ ഹങ്കർ ലെവൽ വളരെ കുറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ ഹോ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ കടലില്ലേ വെള്ളത്തിൻ്റെ അടുത്ത് വെച്ച് മാത്രം ഹോ ചെയ്താൽ ഇങ്ങനെ വാട്ടർ ആവുള്ളൂ. അപ്പോഴാണ് നമുക്ക് നല്ല പെട്ടെന്ന് ഫുഡ് ആവുള്ളൂ. പിന്നെ ഈ ഡെറ്റിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഇങ്ങനെ നമ്മൾ മറ്റേ കൃഷി ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കളക്കണ പോലെ അതിൽ വെള്ളം വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഡാർക്ക് കളറല്ല. പിന്നെ ഞാൻ ഇപ്പോൾ ഈ കളിക്കുന്നത് ഒരു മോഡ് പാക്കാണ്. ഇതിൻ്റെ പേര് ആക്ഷൻ ആൻഡ് സ്റ്റഫ് എന്നാണ്. അപ്പോൾ ഈ ആക്ഷൻ ആൻഡ് സ്റ്റഫ് ന്യൂ വെർഷൻ ഇത് ഇപ്പോൾ സാധാരണ നിങ്ങൾ വെറുതെ മൈൻക്രാഫ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്ത് തന്നെ നിങ്ങൾക്ക് കിട്ടില്ല. ഈ മോഡ് നിങ്ങൾ കാശ് എടുത്ത് ഡൗൺലോഡ് ചെയ്യണം. അപ്പം പിന്നെ ഞാൻ എൻ്റെ വീടിൻ്റെ സീഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ആർക്കെങ്കിലും എൻ്റെ ഇപ്പോൾ മൾട്ടിപ്ലെയർ അടുത്ത സീരീസ് കളിക്കണമെന്നുള്ളവർ അവരുടെ പേരും പിന്നെ നമ്പറൊക്കെ എനിക്ക് തരണം. ഓക്കെ, അപ്പോൾ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. നൈറ്റ് ആവാറായി. നമ്മുടെ വീട് ഇവിടെ ആയതുകൊണ്ട് നമ്മൾ ബെഡ് ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇന്ന് കിടന്നുറങ്ങാണ്. റീസ്പോണിങ് പോയിന്റ് സെറ്റായി. പിന്നെ ക്രാഫ്റ്റിംഗ് ടേബിള്, പിന്നെ ഫർണസിലാണ് നമ്മളിങ്ങനെ ഫുഡ് കുക്ക് ചെയ്യുക. എന്നുവെച്ചാൽ ഈ ഫർണസ് എന്തിനാന്ന് വെച്ചാൽ നമ്മളിവിടെ ഫുഡ് വെക്കും. ഫുഡ് ഇവിടെ വെച്ചിട്ട് അതിൻ്റെ അടിയിൽ നമ്മൾ എന്തെങ്കിലും കത്തിക്കാനായിട്ട് എന്തെങ്കിലും വെക്കും. അപ്പോൾ അത് കത്തി വരും. കത്തിയിട്ട് നമുക്ക് കുക്കഡ് ഫുഡ് കിട്ടും. പച്ചരിച്ച് കഴിക്കണേക്കാളും മറ്റേ കുക്കഡ് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് ഹങ്കർ കൂടുതൽ കയറും. ഒറ്റയടിക്ക് പെട്ടെന്ന് കയറും. പിന്നെ എൻ്റെ ഒപ്പം കളിക്കുന്ന മറ്റൊരു പ്ലെയർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ പ്ലെയർ ഇപ്പം എന്താ സംസാരിക്കാൻ പോണ്ട്. ഹായ് ഗായ്സ്, ഞാനാണ് ഇപ്പം ഈ പറഞ്ഞ ഒരുത്തൻ്റെ ഒപ്പം കളിക്കുന്ന വേറൊരു പ്ലെയർ. നിങ്ങൾ അങ്ങനെ വിചാരിച്ചാൽ മതി. ഓക്കെ, ഇവൻ പറഞ്ഞില്ലേ ഇപ്പം കുക്കഡ് ഫുഡ് കഴിക്കുകയാണെങ്കിൽ കൂടുതൽ എനർജി കയറുന്നത്, അതായത് ഈ ഹങ്കർ. അതായത് ഇപ്പം നമ്മൾ പച്ച ചിക്കൻ കഴിക്കണേക്കാട്ടും നല്ലതല്ലേ ബിരിയാണി കഴിക്കുന്നത്. അതുപോലെ വിചാരിച്ചാൽ മതി. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിക്കാൻ പോവുകയാണ്. അപ്പം ഇപ്പം ഇത്രയും നേരം ഞങ്ങളപ്പോൾ കളി കണ്ട് സഹകരിച്ച എല്ലാവർക്കും നന്ദി. അപ്പോൾ ബൈ. Thank you for watching.